ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഡ്രാമ വേൾഡ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഡ്രാമ വെൻ ലൈഫ് ഗീവ്സ് യു ടാൻജറീൻസ്. ഡിസെൻഡൻസ് ഓഫ് ദി സണ്ണിൻ്റെ ബാക്കി എപ്പിസോഡ്സ് ഒക്കെ വരും ദിവസങ്ങളിൽ ഇടുന്നതായിരിക്കും. അപ്പം നമുക്ക് എന്തായാലും ഡ്രാമയിലോട്ട് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഒരു ഓൾഡ് ഏജ് ഹോം പോലെ തോന്നിക്കുന്ന ഒരു കൂട്ടം വൃദ്ധരെ കാണിക്കുന്നുണ്ട്. അവരെല്ലാവരും തന്നെ പേപ്പറിൽ ഓരോന്നൊക്കെ എഴുതുകയും ചിലവർ വരയ്ക്കുകയൊക്കെ ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് കാണിക്കുന്നുണ്ട്. അതിലൊരു സ്ത്രീയെ മാത്രം പ്രത്യേകം കാണിക്കുന്നുണ്ട്. ഇവരുടെ പേരാണ് എയ്സൺ. എയ്സണും പേപ്പറിൽ കാര്യമായിട്ട് വരയ്ക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു സീൻ കട്ടായിട്ട് എയ്സന്റെ കുട്ടിക്കാലത്തിലോട്ടാണ് പോകുന്നത്. എയ്സന്റെ അമ്മ കടലിൽ മീൻ പിടിക്കുക. എയ്സൺ ആണെങ്കിൽ കരയിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, അമ്മ പെട്ടെന്ന് വാ, അമ്മ എന്തിനാ അവിടെ ഇത്രയും നേരം നിൽക്കുന്നത്, അമ്മയോടെ പോയവരെല്ലാവരും തിരിച്ചു വന്നല്ലോ, പെട്ടെന്ന് വാ അമ്മയെന്ന് പറയുന്നു. എയ്സന്റെ അമ്മയോട് ജോലി ചെയ്യുന്നവർ പറയുകയാണ്, അമ്മയൊക്കെ വന്നോളും, നീ മിണ്ടാതിരിക്കും. ഇത് കേട്ടിട്ട് നമ്മുടെ എയ്സന് വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മുടെ എയ്സൺ വന്നിട്ട് ഗ്വാൻസിക്കിനോട് ചോദിക്കുവാണ്, നിന്നെ ആരെങ്കിലും അടിച്ചോ, എന്താ നിന്റെ കവളിങ്ങനെ ചുമന്നിരിക്കുന്നതെന്ന്. അങ്ങനെ അവൾ വല്ലാതെ ദേഷ്യം വന്നിട്ട് ഗ്വാൻസിക്കിൻ്റെ കയ്യിലിരുന്ന കുട്ട തട്ടിക്കളയുന്നുണ്ട്. അങ്ങനെ എയ്സൻ്റെ അമ്മ മീനൊക്കെ പിടിച്ചതിന് ശേഷം കരയിലോട്ട് വന്നു. അങ്ങനെ അവിടെ ഇരുന്ന എയ്സൻ്റെ അമ്മയോട് ജോലി ചെയ്യുന്ന അവർ പറയാണ്, നീ ഇപ്പോൾ രണ്ടാമത് വിവാഹം കഴിച്ചിട്ടും നിൻ്റെ അവസ്ഥ വളരെ മോശം തന്നെയല്ലേ, നീ ഇപ്പം നിൻ്റെ ഭർത്താവിനെയും കുട്ടികളെയും ഒക്കെ നോക്കേണ്ട അവസ്ഥ വന്നില്ലേ എന്ന് നമ്മുടെ എയ്സൻ്റെ അമ്മയോട് ചോദിക്കുവാണ് അവർ. അങ്ങനെ അവർ തമ്മിൽ അവിടെ ഒരു ചെറിയ വഴക്കുണ്ടാവുന്നുണ്ട്. എയ്സൻ്റെ അച്ഛൻ മരിച്ചുപോയി. അങ്ങനെയാണ് എയ്സൻ്റെ അമ്മ രണ്ടാമത് വിവാഹം കഴിക്കുന്നത്. അങ്ങനെ അവർ അതിനുശേഷം അവരുടെ വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ വീട്ടിൽ വന്നതിനൊക്കെ ശേഷം നമ്മുടെ എയ്സൺ പറയുകയാണ്, അമ്മയെ ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്, അമ്മ ഇതൊന്ന് നോക്കുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ എയ്സൻ്റെ അമ്മ പറയുകയാണ്, നീ ഇത് നിൻ്റെ അമ്മമ്മയെ കാണിക്ക്, എന്നിട്ട് നിൻ്റെ അച്ഛൻ്റെ വീട്ടിലോട്ട് പോവാൻ. അപ്പോൾ നമ്മുടെ എയ്സൺ പറയാണ്, അമ്മമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല, ഞാൻ അമ്മയെപ്പോലെ എന്നാണ് അമ്മമ്മ പറയുന്നത്. അപ്പോൾ അമ്മ പറയുകയാണ്, നീ അവിടെ പോ, അച്ഛൻ്റെ വീട്ടിലോട്ട് പോ, അവിടെ പോയി ഫുഡൊക്കെ കഴി. അപ്പോൾ നമ്മുടെ എയ്സൺ പറയുകയാണ്, ഞാൻ ഇവിടെ നിൽക്കുക, ഞാൻ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചോളാം, ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല. അമ്മ പറയുക, നീ അങ്ങോട്ട് പോ, നിൻ്റെ രണ്ടാനച്ഛൻ ഇപ്പോൾ വരും, നീ വീട്ടിൽ പോ, അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കുക. അപ്പം നമ്മുടെ എയ്സൺ പറയുകയാണ്, വീട്ടിൽ നിന്ന് ഫുഡൊന്നും കിട്ടത്തില്ല, അവിടുത്തെ അങ്കിൾ എനിക്ക് ഫുഡൊന്നും തരത്തില്ല. അങ്കിള് പറയുന്നത് അങ്കിളിൻ്റെ മകൻ എപ്പോഴും ലാസ്റ്റ് വരുന്നത് ഞാൻ കാരണമാണ്, ഞാൻ എക്സാമിന് ഫുൾ മാർക്ക് മേടിക്കുന്നത് കൊണ്ടാണ്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുക. പക്ഷേ എയ്സൻ്റെ അമ്മ പറയുകയാണ്, നീ ഇവിടുന്ന് പോ, നീ സ്വന്തമായ ആഹാരം കണ്ടെത്തണം. അങ്ങനെ നമ്മുടെ എയ്സൺ വിഷമിച്ച് അവിടെ നിന്ന് പോവുക. അങ്ങനെ എയ്സൻ്റെ രണ്ടാനച്ഛൻ ചോദിക്കുകയാണ്, നീ എന്താണ് എയ്സനെ ഇവിടെ നിർത്താത്തത് എന്ന്. അങ്ങനെ നമ്മുടെ എയ്സൻ്റെ അമ്മ പറയുകയാണ്, അവളെയും കൂടി നോക്കാനുള്ള ചിലവ് ഓർത്തിട്ട് ആണ് ഞാൻ അവളെ ഇവിടെ നിർത്താത്തതെന്ന്. അവരുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസയൊക്കെ ഉണ്ടല്ലോ, അവരെൻ്റെ മോളെ പഠിപ്പിച്ചോളൂന്ന്. അപ്പോൾ രണ്ടാനച്ഛൻ പറയുകയാണ്, പെൺകുട്ടികളെയൊക്കെ എന്തോതിനാണ് പഠിക്കാനൊക്കെ വിടുന്നത്, അവളെ നിൻ്റെ കൂടെ അവിടുത്തെ ജോലിക്ക് കൊണ്ടുപോകൂടെ എന്ന്. അപ്പോൾ എയ്സൻ്റെ അമ്മ വല്ലാതെ ദേഷ്യം വന്നിട്ട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നീ നിൻ്റെ മകളെ ജോലിക്ക് വിടുന്നില്ല. അതിനുശേഷം ആ ഒരു സീൻ കട്ട് ചെയ്തിട്ട് കാണിക്കുന്നത് നമ്മുടെ എയ്സൺ താമസിക്കുന്ന വീടാണ്. അവിടെ അവൾക്കായിട്ടുള്ള ചോറൊക്കെ മാറ്റി വെച്ചിട്ട് അവിടെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് ഗ്വാൻസിക്ക് കുറച്ച് മീനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഗ്വാൻസിക്ക് അങ്കിളിനോട് പറയുവാണ്, ഈ വീട്ടിൽ 6 പേരുണ്ടല്ലോ, പക്ഷേ നിങ്ങളെന്നും 5 മീനല്ലേ മേടിക്കുന്നത്, ഇന്ന് 6 മീനുണ്ട്, ഇത് നിങ്ങൾ എടുത്തോളൂ എന്ന്. അപ്പോൾ ഇത് നിൻ്റെ അമ്മ അറിഞ്ഞോ എന്ന് അങ്കിൾ അങ്ങോട്ട് ചോദിക്കുവാണ്. ഗ്വാൻസിക്ക് അപ്പം ഒന്നും മിണ്ടുന്നില്ല. സത്യത്തിൽ അവൻ എയ്സണിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നായിരുന്നത്. ഇതേസമയം എയ്സണിൻ്റെ അമ്മയാണെങ്കിൽ 2 കയ്യിലും മീനൊക്കെ ആയിട്ട് വന്നിട്ട് അങ്കിളിൻ്റെ നേരെ എറിയുവാണ്. എന്നിട്ട് അമ്മ പറയുവാണ്, ഈ വീട്ടിൽ ഒരേ ഒരു പെൺകുട്ടിയല്ലേ അവൾ, അതുമല്ല നിങ്ങളുടെ മകൻ്റെ മോളാണ്, പക്ഷേ നിങ്ങൾ അവളെ ഈ വീട്ടിൽ ട്രീറ്റ് ചെയ്യുന്നത് ഒരു വേലക്കാരിയെ പോലെയാണ്. അങ്ങനെ അവർ അവിടെ വലിയൊരു പ്രശ്നമൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് നമ്മുടെ എയ്സണിനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ എയ്സൺ കിടന്ന് കരയുകയാണ്. അവൾക്ക് ഇലക്ഷനിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം കിട്ടിയിട്ടുള്ളൂ. ഗ്വാൻസിക്ക് പറയാം, അവൾക്ക് യഥാർത്ഥത്തിൽ 38 വോട്ട് കിട്ടി, അവളുടെ കൂടെ മത്സരിച്ച ആ കുട്ടിക്ക് 27 വോട്ടേ കിട്ടിയുള്ളൂ. അവർ ആ കുട്ടീനെയാണ് പ്രസിഡൻ്റ് ആക്കിയത്, എന്നിട്ട് എയ്സണിനെ വൈസ് പ്രസിഡൻറ്റും ആക്കി. അവളുടെ ടീച്ചർ അങ്ങനെ ചെയ്യാൻ കാരണം മറ്റേ കുട്ടിയുടെ അച്ഛൻ പൈസ കൊടുത്തതുകൊണ്ടാണ്. അടുത്ത ദിവസം നമ്മുടെ എയ്സൻ്റെ അമ്മ സ്കൂളിലോട്ട് വരികയും എയ്സൺ എഴുതിയ കവിത കാണുകയും എന്നിട്ട് അവർ പറയുകയാണ്, അവൾക്ക് തന്നെയായിരുന്നു ഫസ്റ്റ് പ്രൈസ് കിട്ടേണ്ടുള്ളത്. അതിനുശേഷം അവർ ക്ലാസ് ടീച്ചറിനെ കണ്ടിട്ട് പറയുകയാണ്, എല്ലാവർക്കും അവരവരുടെ മക്കൾ തന്നെയാണ് വലുത്, അതുകൊണ്ട് എയ്സണിനെ പ്രസിഡൻ്റ് ആക്കണമെന്ന്. എയ്സനെ നന്നായിട്ട് നോക്കണമെന്ന് പറഞ്ഞിട്ട് അവർ ക്ലാസ് ടീച്ചറിന് റൈസ് കേക്കും അതിനുള്ളിൽ കുറച്ച് പൈസയും വെച്ചിട്ട് പോവുക. അപ്പോൾ നമ്മുടെ എയ്സൺ ചോദിക്കുകയാണ്, അമ്മ എന്തിനാ സ്കൂളിൽ വന്നേ, വൈസ് പ്രസിഡന്റ് സ്ഥാനവും നല്ലതല്ലേ, എനിക്കത് കുഴപ്പമില്ല എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ എയ്സൻ്റെ അമ്മ പറയുകയാണ്, എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലയെന്നും പറഞ്ഞ്
നീ നിൻ്റെ ആഗ്രഹങ്ങളൊന്നും മാറ്റി വെക്കണ്ട. നീ നിൻ്റെ ജീവിതം സന്തോഷമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. ഞാൻ പഠിച്ച് വലുതായതിനു ശേഷം അമ്മയെ നല്ലതുപോലെ നോക്കും. അടുത്ത സീനിൽ കാണിക്കുന്നത് അവരവരുടെ സിഗരറ്റ് പാക്കറ്റെല്ലാം കത്തിച്ച് കളയുന്നതാണ്. അപ്പോൾ അവരുടെ ഭർത്താവ് ചോദിക്കുന്നു, നിനക്ക് എന്ത് പറ്റിയെന്ന്. അപ്പം നമ്മുടെ ഏസൻ്റെ അമ്മ പറയുകയാണ്, എനിക്ക് എൻ്റെ മകളുടെ കൂടെ കുറേ കാലം കൂടി ജീവിക്കണമെന്ന്. പക്ഷേ നമ്മുടെ ഏസൻ്റെ അമ്മയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു അസുഖം പിടികൂടുകയാണ്. നമ്മുടെ ഗ്വാൻസിക്കാണെങ്കിൽ ഏസൻ്റെ ഫുഡുമായിട്ട് വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഏസനാണെങ്കിൽ അത് തട്ടിക്കളയുകയാണ്. എന്നിട്ട് ഏസൻ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഞാൻ എന്താ ഭിക്ഷക്കാരിയാണോ എന്ന്. എന്നിട്ട് അവൾ കടൽ തീരത്ത് പോയിരുന്നിട്ട് പൊട്ടിക്കരയുകയാണ്. അവളുടെ അടുത്തേക്ക് നമ്മുടെ ഗ്വാൻസിക്ക് വന്നിട്ട് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അവൾ കുറേ പോകാൻ പറഞ്ഞിട്ടും ഗ്വാൻസിക്ക് പോകാതെ അവളുടെ അരികിൽ തന്നെ ഇരിക്കുക. അങ്ങനെ അവർ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. അന്ന് രാത്രി ഏസൻ്റെ അമ്മ ഏസന് ഫുഡ് വാരി കൊടുക്കുകയാണ്. എന്നിട്ട് ഏസനോട് പറയുകയാണ്, ഞാൻ എന്തായാലും ഉടൻ തന്നെ മരിച്ചു പോകും. അതുകൊണ്ട് ഞാൻ പോയതിന് ശേഷം അങ്കിളിൻ്റെ വീട്ടിൽ പോയി നിൽക്കണമെന്ന്. നീ ഒരിക്കലും ഈ കുട്ടികളെ നോക്കി വേലക്കാരികളെ പോലെ ഈ വീട്ടിൽ ജീവിക്കരുതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഏസൻ പറയുകയാണ്, ഇല്ല ഞാൻ പോകില്ല, ഇവിടെ നിന്ന് ഞാൻ പോകില്ല എന്ന് പറയുക. അവൾ എന്നിട്ട് അമ്മയോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് എല്ലാവരും മരിക്കുന്നത്? ആദ്യം അച്ഛൻ, ഇപ്പോഴത്തെ അമ്മയും. അപ്പോൾ നമ്മുടെ ഏസൻ്റെ അമ്മ പറയുകയാണ്, എല്ലാവരും ഒരു നാൾ ഈ ഭൂമിയിൽ നിന്ന് പോകും. ആദ്യം പോകുന്നത് പേരൻസ് ആയിരിക്കും. പിന്നെ നമ്മൾ തന്നെ തനിയെ ജീവിക്കാൻ പഠിക്കണം. പിന്നീട് അവർ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ചിരുന്ന് കരയുവാണ്. അമ്മ ഏസനെ പാട്ടുപാടി ഉറക്കുവാണ്. അടുത്ത സീനിൽ നമ്മുടെ ഏസൻ്റെ അമ്മ മരിച്ചതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടേക്ക് ഗ്വാൻസിക്ക് വരുവാണ്. അപ്പം ഏസൻ പറയുവാണ്, ഞാൻ എൻ്റെ അമ്മയെ ഒരുപാട് മിസ് ചെയ്യുമെന്ന്. അങ്ങനെ രണ്ടുപേരും കരയുന്നു. ഏസൻ തൻ്റെ അങ്കിളിൻ്റെ വീട്ടിലോട്ട് പോകുന്നില്ല. അവൾ അനിയത്തിയെയും അനിയനെയും നോക്കാനായിട്ട് അവിടെ തന്നെ നിൽക്കുക. അവൾ അവിടെയുള്ള കുറച്ച് സ്ഥലത്ത് കൃഷി ചെയ്യുകയാണ്. ഗ്വാൻസിക്കും അവളുടെ കൂടെ അവളെ സഹായിക്കാനുണ്ട്. അവളുടെ രണ്ടാനച്ഛൻ അവളോട് പറയുകയാണ്, താനൊരു ട്രിപ്പിൽ പോവാണ്, പോയി വന്നതിന് ശേഷം അവരെല്ലാവരെയും നല്ലതായിട്ട് നോക്കാമെന്ന്. അവളെ പഠനാവശ്യത്തിനായിട്ട് കോളേജിൽ അയക്കാം, ഫീസിൻ്റെ കാര്യമെല്ലാം അച്ഛനും നോക്കിക്കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതുവരെ തൻ്റെ മക്കളെ നോക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു മാർക്കറ്റാണ്. അവിടെയാണ് ഏസൻ തൻ്റെ പച്ചക്കറികളൊക്കെ വിൽക്കുന്നത്. അവളെ സഹായിക്കാനായിട്ട് അവളോടൊപ്പം തന്നെ ഗ്വാൻസിക്കും ഉണ്ട്. നമ്മുടെ ഏസൻ ആണെങ്കിൽ ഒരു ബുക്കും വായിച്ചുകൊണ്ട് അതിൽ നിന്ന് കണ്ണെടുക്കാതെ അതിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗ്വാൻസിക്കാണ് ഏസൻ്റെ സാധനങ്ങളും ഗ്വാൻസിക്കിൻ്റെ സാധനങ്ങളും വിൽക്കുന്നത്. അങ്ങനെ ഒരുപാട് കാലങ്ങളിങ്ങനെ കടന്നു പോകുന്നുണ്ട്. നമ്മുടെ ഏസൻ ആണെങ്കിൽ അപ്പോഴും പുസ്തകം വായിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. ഗ്വാൻസിക്കാണ് രണ്ട് സ്ഥലത്തെയും സാധനങ്ങൾ വിറ്റ് തീർക്കുന്നത്. അപ്പോൾ അവിടേക്ക് ഗ്വാൻസിക്കിൻ്റെ മുത്തശ്ശി വരുമ്പോൾ നമ്മുടെ ഏസൻ ആണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് ഓടുവാണ്. അപ്പം ഗ്വാൻസിക്കിൻ്റെ മുത്തശ്ശി ഗ്വാൻസിക്കിൻ്റെ അമ്മയോട് ചോദിക്കുകയാണ്, എന്തിനാണ് അവർ രണ്ടുപേരും ഒരുമിച്ചിരുത്തിയെന്ന്. അങ്ങനെ നമ്മുടെ ഏസൻ പറയുകയാണ്, എനിക്ക് നിങ്ങളുടെ ഗ്വാൻസിക്കിനെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഏസൻ അങ്ങോട്ട് ഓടിപ്പോവാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ വെച്ച് എൻഡ് ആവുകയാണ്. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. അടുത്ത എപ്പിസോഡ് 2 ഈ ചാനലിൽ തന്നെ ഇടുന്നതായിരിക്കും.